വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു പള്ളിയും അതിൻ്റെ വിശേഷങ്ങളുമാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഒരു ട്രിപ്പ് പോയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഹൈവേയുടെ സൈഡിൽ നിർത്തി. ഈ പള്ളി കണ്ടുകൊണ്ടാണ് ഞങ്ങളവിടെ നിർത്തിയത് തന്നെ. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ നമുക്ക് ഒരു പ്രത്യേകത തോന്നി. അങ്ങനെ ഈ പള്ളിയുടെ അടുത്തൊക്കെ പോവുകയും പോയി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുക്ക പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഒരു മണിയുണ്ടായിരുന്നു. ആ മണിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പള്ളിയുടെ കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയത് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായത് ലൂർദ് മാതാവിൻ്റെ പള്ളിയാണെന്ന് മനസ്സിലായേ. പിന്നെ കൂടുതലൊന്നും നമുക്കറിയാൻ പറ്റിയില്ല, കാരണം പള്ളി അടച്ചിട്ടേക്കുമായിരുന്നു. നമുക്ക് പുറത്തുകൂടി വെളിയിൽ കൂടെ നടന്ന് കണ്ട കാഴ്ചകളൊക്കെ ഉള്ളൂ. നമ്മൾ അകത്തൊന്നും കയറാൻ നമുക്ക് അവസരം കിട്ടിയില്ല. പ്രത്യേകത തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ പള്ളി മൊത്തം പണിതിരിക്കുന്നത് മരം കൊണ്ടാണ്. ഫുൾ മരമാണ്. അപ്പം പലകയൊന്നും ഇല്ലാതെ ഫുൾ മരത്തിൽ അങ്ങനെ പണിതേക്കുവാണ്. പണിത് അത് പോളിഷ് ചെയ്തേക്കും. അപ്പം നമുക്ക് പ്രത്യേകത തോന്നി. പിന്നെ ഞങ്ങൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ അകത്തൊക്കെ ബെഞ്ചുകളൊക്കെ ഉണ്ട്, അൾത്താരയുണ്ട്. പക്ഷേ അത് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അകത്ത് കണ്ട വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് 2 ടേബിളുണ്ടായിരുന്നു അൾത്താരയ്ക്കകത്ത്. ആ ടേബിൾ പോലും മരത്തിൻ്റെ വേര് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ആ ഭംഗി നിലനിർത്തി അവരത് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നമുക്കൊരു പ്രത്യേകം ഭംഗിയായിട്ടാണ് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ചുറ്റും നടന്നുകൊണ്ടിരുന്നപ്പോൾ മേളിൽ ഒരു കുതിര നിൽക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. ഒന്നല്ല 2-3 കുതിര ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു കുതിര നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അതിൻ്റെ അടുക്ക പോയി കളിക്കുകയും ഒക്കെ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ടാകും. കുറച്ച് പേര് പേടിച്ചോടി. അങ്ങനെ നമ്മൾ ആ പള്ളിക്ക് ചുറ്റി നടന്ന് കണ്ട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം, അതിൻ്റെ നടുക്കൊരു പള്ളി, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ദിവസത്തെ യാത്രയുടെ തുടക്കം തന്നെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു.